വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1079/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എക്സാം നടന്നിട്ടുള്ളത് ഫെബ്രുവരി 1, 2026 ആണ്. അതിൻ്റെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യനുമായി അനുബന്ധമായ എല്ലാ വസ്തുതകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കോപ്പറേറ്റീവിലൂടെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 1079/2026 ക്വസ്റ്റ്യൻസ് കേട്ടോ. അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ഓഫേർഡ് ടു ദ ഡെറ്റേഴ്സ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറ്റേഴ്സിന് ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ആണെന്ന് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും തമ്മിലാണ് പരസ്പരം മാറിപ്പോവുക അല്ലേ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടാണ്. ദാറ്റ് ഈസ് ഓഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയ്യർ. സെല്ലർ ബയ്യർക്ക് ഓഫർ ചെയ്യുന്നു അതായത് പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ് അല്ലേ. ഓക്കെ, ഇത് ടു എൻഷുവർ ബൾക്ക് സെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം 500 യൂണിറ്റ് വാങ്ങാൻ വന്നൊരു വ്യക്തിയോട് 1000 യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി അതായത് വിലക്കുറവ് പെർ യൂണിറ്റുമ്പിൽ ഇത്ര കുറയ്ക്കാം എന്ന് പറയുമ്പം അയാൾ എന്ത് ചെയ്യും? 1000 യൂണിറ്റ് വാങ്ങാൻ നിർബന്ധിതനാവും അല്ലേ. അയാൾക്ക് ഇത്രയും ഓഫർ കിട്ടുകയല്ലേ. അപ്പോൾ അതേപോലെ ഹോൾസെയിൽ കടക്കാരൻ അങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഹോൾസെയിൽ കടക്കാർക്ക് ഹോൾസെയിലായിട്ട് എടുക്കുന്നത് കാരണം അവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലാഭമുണ്ട്. പക്ഷേ അത് സ്റ്റോർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ വേണം. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഓഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയ്യർ. എന്തിനു വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്യുന്നത്? ടു എൻഷുർ ബൾക്ക് സെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ് ബൾക്കായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഓഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും കാണിക്കുന്നില്ല. കാരണം റിഡക്ഷൻ അഡ്ജസ്റ്റ് വിത്ത് ഫൈനൽ പ്രൈസ് ആൻഡ് ദ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഈസ് ആഡഡ് ടു റെക്കോർഡ് ബുക്സ്. അപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസാണ് റെക്കോർഡ് ബുക്കിലൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അറ്റ് ദ ടൈം ഓഫ് ദ പർച്ചേസ് ഈസ് മെയ്ഡ്, എപ്പോഴാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, പർച്ചേസ് ഈസ് മെയ്ഡ്, ആ സമയത്താണ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് കേട്ടോ. ഇനി അലൗഡ് ഓൺ ട്രാൻസാക്ഷൻസ്, ബോത്ത് ക്യാഷ് ആയാലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിലും രണ്ടും അവൈലബിൾ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻസിൽ മാത്രമല്ല കൊടുക്കുക, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിലും കൂടി ഇത് അവൈലബിൾ ആണ് എന്നൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ദാറ്റ് ഈസ് ഓഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയ്യർ ആസ് എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇതിൻ്റെ പർപ്പസ് എന്തിനാണ്? ടു എൻഷുർ ബൾക്ക് സെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഇൻ എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റിഡക്ഷൻ അഡ്ജസ്റ്റ് വിത്ത് ഫൈനൽ പ്രൈസ് ആൻഡ് ദ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഈസ് ആഡഡ് ടു റെക്കോർഡ് ബുക്സ്. ഡിസ്കൗണ്ട് ഈസ് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഈസ് മെയ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റിലും ബോത്ത് ക്യാഷിലും ഇതെന്താണ്, അലൗഡ് ആണ്. ഇനി ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. കാരണം ഇവിടെ എൻഷുർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഫോർ ദ ഐറ്റംസ് പർച്ചേസ്ഡ്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെ എഴുതേണ്ടത്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ് എഴുതേണ്ടത്. സോ ആൻസർ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഈസ് ഓഫേർഡ് ബൈ ദ സെല്ലർ ടു ദ ബയ്യർ ഓൺ ദ ഇൻവോയ്സ് എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഇത്ര സമയത്തിനകം ആ ഒരു പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇൻവോയ്സ് എമൗണ്ട് മേലാണ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ടു എൻഷുർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ള ഈ സമയത്തിനുള്ളിൽ ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് എമൗണ്ടുമ്പിൽ ഇത്ര രൂപ കുറച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. ടു എൻഷുർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഫോർ ദ ഐറ്റംസ് പർച്ചേസ്ഡ് ആണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് പ്രോപ്പർലി റെക്കോർഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അതായത് രണ്ടുപേരും ബയ്യറും സെല്ലറും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, എക്സ്പെൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇറ്റ് ഈസ് പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ. അപ്പോൾ ആർക്കാണോ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റിൻ്റെ സമയത്താണ് ഇത് കൊടുക്കുന്നത്. ഓൺലി ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് ക്യാഷ് പേയ്മെൻറ്റ് ആർ അലൗഡ്. ഇവിടെ ക്രെഡിറ്റിൽ കൊടുക്കില്ല കേട്ടോ. കാരണം ഇവർ കൊടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രെഡിറ്റിൽ ഇവർ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷിൽ മാത്രമാണ് പറയുന്നത്, ക്രെഡിറ്റിൽ അവിടെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കാരണം
പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് തന്നെ. അത് ആ ഒരു ഫാക്ടർ കാരണം കറക്റ്റായിട്ട് ക്യാഷ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അത് അവിടെ പിന്നെ ക്രെഡിറ്റിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ടു എൻഷുർ പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് കൊടുക്കുന്നത് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ടു എൻഷുർ ബൾക്ക് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റിന് കൊടുക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ കൂടാതെ ബാക്കിയുള്ള പോയിന്റിനും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ എന്ത് പേരിൽ വിളിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും, ഇത് മൂന്നും കൂടി കൂട്ടിയതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടി ഒരുമിച്ച് വരുമ്പം എന്താണ്? പ്രൈം കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി പ്രൈം കോസ്റ്റും വർക്ക് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് മീൻസ് എക്സ്പെൻസ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ വർക്കിൽ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വർക്ക് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചിലവ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എന്തിൻ്റെ കൂടെ? വർക്ക്സ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കൂട്ടി കിട്ടുമ്പോൾ എന്താ കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. പിന്നെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ് കൂട്ടേണ്ടത് കേട്ടോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, സെല്ലിങ്ങിനും ഡിസ്ട്രിബ്യൂഷനുമായി അനുബന്ധമായ ചെലവുകൾ അത് കൂട്ടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. അതല്ലേ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂട്ടുമ്പോൾ എന്താ കിട്ടുക? ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് അല്ല കേട്ടോ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കിട്ടുക. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കിട്ടുക. ഓക്കെ, ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അത് എന്താ വെച്ചാൽ അതിന് തത്തുല്യമായി എന്താണോ കിട്ടിയത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെയിൽസ്, എത്രയാണോ സെയിൽസ് വന്നിട്ടുള്ളത് അത് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അത് കൺസിഡർ ചെയ്യുമ്പോഴാണ് സെയിൽസ് വാല്യൂ കിട്ടുക, ലാസ്റ്റത്തെ സെയിൽസ് വാല്യൂ കിട്ടുക. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽസ് കണ്ടില്ലേ, ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡുകളാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡും കൂടി കൂട്ടുമ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടാനാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ് കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് നമുക്ക് സെയിൽസ് വാല്യൂ ആണ് കിട്ടുക. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിൽസ് ടു മിസ്റ്റർ ജോസഫ് ₹5000 നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് വുഡ് എഫക്റ്റ്. എവിടെ എഫക്റ്റ് ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5000 സെയിൽസ് ടു മിസ്റ്റർ ജോസഫ് റെക്കോർഡേ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു എറർ ഓഫ് ഒമിഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ആൻ എറർ ഓഫ് ഒമിഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി ആയിട്ട് എഴുതാതെ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എൻട്രിയാണ് നോക്കേണ്ടത് അല്ലേ. രണ്ട് എൻട്രിയിലും പിന്നെ എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ ജോസഫ്സിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും വരും. ആരൊക്കെയാണ് വരിക? സെയിൽസ് അക്കൗണ്ടും വരും, മിസ്റ്റർ ജോസഫ് അക്കൗണ്ടും വരും കേട്ടോ. ഓക്കെ, ഡെബിറ്റ് മിസ്റ്റർ ജോസഫ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട് കേട്ടോ. ഡെബിറ്റ് മിസ്റ്റർ ജോസഫ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഗുഡ് വില്ല് തന്നിട്ടുണ്ട്, പാറ്റൻറ്റ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്താണെന്ന് അറിയണം അല്ലേ. എന്താ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്പെൻസസ് ഓർ ലോസസ് ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ഡ്യൂറിങ് അക്കൗണ്ടിങ്. ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അതൊരിക്കലും റിട്ടേൺ കിട്ടില്ല അല്ലേ. ഇൻ വിച്ച് ദേ ഓക്കെ
ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ദ റിലേറ്റഡ് ബെനഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. ഇതിൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ബെനഫിറ്റ് കിട്ടുക വരും വർഷങ്ങളിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ഉള്ളതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ്, പക്ഷേ കംപ്ലീറ്റ്ലി റിട്ടേൺ ഈ അക്കൗണ്ടിങ് പീരീഡിൽ കിട്ടില്ല. അത് ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന അതേ അക്കൗണ്ടിങ് ഇയറിൽ അതിൻ്റെ എന്ത് കിട്ടില്ല, റിട്ടേൺ അവൈലബിൾ ആവില്ല. പക്ഷേ വരും വർഷങ്ങളിൽ അതിൻ്റെ ബെനഫിറ്റ് പ്രതീക്ഷിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. നമ്മൾ ഫിക്സഡ് അസറ്റ് പോലെ തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിയില്ല. നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. കാരണം കാണാനും തൊടാനൊന്നും പറ്റില്ല. നമ്മുടെ സാധാരണ ലാൻഡ് ഓഫ് മെഷീനറി പോലെയൊന്നും പറ്റില്ല. പക്ഷേ ഇത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടതാണ്. പിന്നെയുള്ളത്, ഇതിന് റിയലൈസബിൾ വാല്യൂ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല. കാരണം അത് സോൾഡ് ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊരു റിയലൈസബിൾ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഒരു പോയിൻ്റാണ്. പിന്നെ ഇതൊരു ഡിഫേർഡ് എക്സ്പെൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് ഇൻകർ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും ബെനഫിറ്റ് ഫ്യൂച്ചർ പീരീഡിലാണ് അവൈലബിൾ ആവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു അക്രൂവൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അക്രൂവൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അത് ഇപ്പോൾ സംഭവിക്കുന്നെങ്കിലും അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നത് ഗ്രാജുവലി ആയിരിക്കും. അതാണ്. ഇതിന് ഡിപ്രീസിയേഷൻ അല്ല പറയുക, അമോർട്ടൈസേഷൻ എന്നാണ് പറയുക കേട്ടോ. ഫിക്റ്റീഷ്യസ് അസറ്റിന് സംഭവിക്കുന്നത് ഡിപ്രീസിയേഷൻ അല്ല, കാരണം അമോർട്ടൈസേഷൻ ആണ്. അതിൻ്റെ വാല്യൂ ഓവർ ടൈം നോട്ട് ത്രൂ യൂസ് ബട്ട് ബൈ സിസ്റ്റമാറ്റിക്കലി ആണ് അത് റിട്ടേൺ ഓഫ് ചെയ്തു പോകുന്നത്, ഒരുമിച്ചല്ല. അത് അമോർട്ടൈസ് ചെയ്യാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആനുവലായിട്ട് അതിനെ കുറച്ച് എഴുതി കൊണ്ടുവരികയാണ് ചെയ്യുക. അമോർട്ടൈസ് ചെയ്തിട്ടാണ് അവസാനം ബാലൻസ് ഇല്ലാണ്ടാക്കുക. ടെമ്പററി നാച്ചറാണ്. റിമൈൻ ഓൺ ദ ബാലൻസ് ഷീറ്റ് അൺടിൽ, എന്നാണോ അത് ഫുള്ളി റിട്ടേൺ ഓഫ് ചെയ്തു പോകുന്നത് അതുവരെ അത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അതിന് സ്ഥാനമില്ല. അത് പിന്നെ കാണാതെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വിത്ത് നോ റീസെയിൽ വാല്യൂ. അതാണ് റിയലൈസബിൾ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, റീസെയിൽ വാല്യൂ ഇല്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊമോഷണൽ എക്സ്പെൻസസ്, നമ്മളൊരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഒരു മുമ്പേ കുറച്ച് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും അല്ലേ, റിസർച്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രൊമോഷണൽ എക്സ്പെൻസസ്, അപ്പോൾ അത് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്, പ്രാരംഭ ചിലവുകൾ. പ്രൊമോഷണൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആവാം, ഡിസ്കൗണ്ട് ആവാം, ലോസ് ആവാം, രണ്ടും ആവാം. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ട്. നെറ്റ് ലോസ് എന്തെങ്കിലും ഇൻകേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതും. ഇതൊക്കെ എന്താണ്, ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ് കേട്ടോ. ഇവർ ടാഞ്ചിബിൾ എക്സിസ്റ്റൻസി ഇല്ല. ദേ ഹാവ് നോ ടാഞ്ചിബിൾ എക്സിസ്റ്റൻസ്. ദേ ആർ എ പാർട്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എക്സ്പെൻസസ് റണ്ണിങ് ബിസിനസ്. ഓക്കെ, ഇതൊരു എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ റണ്ണിങ് ബിസിനസ് ബട്ട് കമ്പനീസ് കാറ്റഗറൈസ് ദം ആസ് ആൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. പക്ഷേ കമ്പനിയിൽ അസറ്റ് ആയിട്ടാണ് പരിഗണിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്പെൻസസ് വിൽ ഗിവ് റിട്ടേൺസ് ഓർഗനൈസേഷന് കൊടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രാരംഭ ചെലവുകൾ എത്രയായാലും ആ സ്ഥാപനത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ചിന് എക്സ്പെൻസസ് ആ പ്രോഡക്റ്റിന് ഗുണം ചെയ്യും. അത് ആ വർഷം ഇല്ലെങ്കിലും വരും വർഷങ്ങളിൽ ഗുണം ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. പ്രൊമോഷണൽ എക്സ്പെൻസസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, നെറ്റ് ലോസ് ഇൻകേർഡ് എല്ലാം എന്താണ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നോക്കാം, ഫിക്റ്റീഷ്യസ് അസറ്റിലെ പ്രിലിമിനറി എക്സ്പെൻസസ് ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലേ, ആണ്. അപ്പോൾ ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ട്, അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. സോ അതുണ്ട്. പിന്നെ ഗുഡ്വിൽ ഇല്ല, അത് ഇൻടാഞ്ചിബിൾ ആണ്. പാറ്റൻ്റ് ഇല്ല. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും എന്താണ്, ഫിക്റ്റീഷ്യസ് ആണ്. ലീസിനുള്ള ഹോൾഡ് പ്രോപ്പർട്ടി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. 1ഉം 4ഉമാണ് വരിക. 1ഉം 4ഉം ഓപ്ഷൻ സിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്തൊക്കെയാണ്? എക്സ്പെൻസസ് ഓർ ലോസസ് ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി റിട്ടേൺ ഈ വർഷം അതായത് സംഭവിക്കുന്ന ഒക്യുർ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരിയഡിൽ ലഭ്യമല്ലെങ്കിലും ദിസ് ഇസ് മെയിൻലി ബിക്കോസ് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ് ആണ്. നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. നോൺ റിയലൈസബിൾ വാല്യൂ ഇല്ല. ഡിഫേർഡ് എക്സ്പെൻസസ് ആണ്. അമോർട്ടൈസേഷൻ ആണ് ഇവർക്ക് ചെയ്യുക, ഡിപ്രിസിയേഷൻ അല്ല. ടെമ്പററി നേച്ചർ ആണ്, കാരണം ഡിസപ്പർ ചെയ്താൽ പിന്നെ കാണില്ല. എക്സാമ്പിൾസ് നന്നായി പഠിച്ചു വെക്കുക. അതൊരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് വിത്ത് നോ റിയലൈസബിൾ വാല്യൂ, റീസെയിൽ വാല്യൂ.
പിന്നുള്ളത് ഇൻടാഞ്ചിബിൾ ആണ് കേട്ടോ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ആന്വിറ്റി മെത്തേഡാണ്. ആന്വിറ്റി മെത്തേഡിൽ ഇൻ കേസ് ഓഫ് ആന്വിറ്റി മെത്തേഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആന്വിറ്റി ഡിപ്രീസിയേഷനിൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഫോർ ഓൾ ഇയേഴ്സ് ആണ് കേട്ടോ. ഫിക്സഡ് ഫോർ ഓൾ ദ ഇയർ, അതാണ് ആൻസർ ആയിട്ട് വരിക. ഫിക്സഡ് ഫോർ ഓൾ ദ ഇയർ. ആന്വിറ്റി മെത്തേഡ് ജനറലി യൂസ് ചെയ്യുന്നത് ലീസ് ഹോൾഡ്, ഈ പ്രോപ്പർട്ടി ലീസിനൊക്കെ എടുക്കില്ലേ നമ്മൾ, അപ്പോഴാണ് അത് കൂടുതലായിട്ട് ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആന്വിറ്റി ടേബിളിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്മേലാണ് നമ്മൾ കാണുക കേട്ടോ. ആന്വിറ്റി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ മെത്തേഡാണ് ഒറിജിനൽ കോസ്റ്റമ്പിലാണ്, അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റമ്പിലാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഓൺ എനി അസറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് വിച്ച് വാസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിങ് ഓഫ് ദ അസറ്റ്. അത് കൊടുക്കുന്നത്, അതായത് അണ്ടർ ആന്വിറ്റി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദ ഡിപ്രീസിയേഷൻ ഓൺ എനി അസറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വിച്ച് വാസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിങ് ഓഫ് ദ അസറ്റ്. ദ വാല്യൂ ഡിപ്രീസിയേഷൻ ഈസ് ഫിക്സഡ് ഫോർ ഓൾ ഇയേഴ്സ്. അപ്പോൾ ഫിക്സഡ് ആയിരിക്കും എല്ലാ വർഷത്തിലേക്കും കേട്ടോ. അതാത് വർഷങ്ങളിൽ ഫിക്സഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പം കൂടുതലായിട്ടും ലീസിന് പ്രോപ്പർട്ടി ലോങ് ടേം ലീസൊക്കെ എടുക്കുമ്പോഴാണ് എന്ത് ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യാറ്. ലോങ് ടേം ലീസ് എടുക്കുമ്പം ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ ഫോർമുല നോക്കുകയാണെങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ അസറ്റ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ, അതിൻ്റെ സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ആന്വിറ്റി ഫാക്ടർ. ഇത്ര വർഷത്തിന് ഇത്രയെന്നുണ്ടാവും. ആ പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഫാക്ടർ. ഇത്ര ഡീപ്പായി നമുക്ക് പ്രോബ്ലം ചോദിച്ചു തുടങ്ങിയിട്ടില്ല, ചോദിക്കുമോ എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആന്വിറ്റി മെത്തേഡിൻ്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റാണ് അസറ്റിൻ്റെ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ്, അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ എൻഡിൽ എത്രയായിരിക്കും സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ അറിയപ്പെടും അല്ലേ. അത് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്, അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൻ്റെ അറ്റ് ദ എൻഡിലുള്ള വാല്യൂ. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ ഫാക്ടർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി. യൂസ്ഫുൾ ലൈഫ് എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ദ അസറ്റ് വിൽ ബി യൂസ്ഡ്. എത്ര വർഷമാണോ നമ്മൾ അസറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ വർഷം, അതാണ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ലോങ് ടേം ലീസിനാണ് ഈ മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ അണ്ടർ ദിസ് മെത്തേഡ് ദ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ എവറി ഇയർ. ഫിക്സഡ് എമൗണ്ട് ആണ് റിട്ടേൺ ഓഫ് ചെയ്യുക ഈച്ച് ഇയർ വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ഡിപ്രീസിയേഷൻ, അതുപോലെ ഇൻട്രസ്റ്റും അതിന് ബാധകമാണ് കേട്ടോ. ഡിപ്രീസിയേഷൻ മാത്രമല്ല ഇൻട്രസ്റ്റും കണക്കാക്കും. അപ്പം നമ്മൾ ഈ എമൗണ്ടിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആന്വിറ്റി മെത്തേഡിൽ നമ്മൾ 1,00,000-നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ലീസിന് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ് കാണുക. ഈ ഒരു 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു, ആ ഇൻട്രസ്റ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ്റെ കൂടെ അവർ കണക്കാക്കുന്നുണ്ട്. അതാണ് ആന്വിറ്റി മെത്തേഡിൻ്റെ പ്രത്യേകത. ദിസ് മെത്തേഡ് വിൽ ബ്രിങ് അസറ്റിന് 0 വരെ ആക്കൂട്ടോ. അസറ്റ് ഇൻ ടു 0 ആക്കിയിട്ടാണ് അവരത് റിട്ടേൺ ഓഫ് ചെയ്യുന്നുള്ളൂ. അത്രയാണ് നമുക്ക് ആന്വിറ്റി മെത്തേഡിൽ പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് നോക്കാൻ പോണത് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഐറ്റം. ഇൻവെൻട്രി അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻവെൻട്രി അല്ലാത്ത, അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നിട്ടുണ്ട്, വെഹിക്കിൾസ് തന്നിട്ടുണ്ട്, സെമി ഫിനിഷ്ഡ് ഗുഡ്സും റോ മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് വെഹിക്കിൾസാണ് ഇവിടെ ഇൻവെൻട്രി അല്ലാത്തതെന്ന്. കാരണം റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ് എന്നറിയപ്പെടുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ എന്തിൽ പെട്ടതാണ്, ഇൻവെൻറ്ററിയിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ തന്നിട്ട് അതിലില്ലാത്തത് വെഹിക്കിൾസ് മാത്രമാണ്. അപ്പോൾ വെഹിക്കിൾസാണ് ഉത്തരമായിട്ട് വരിക. അതായത് 4 മെയിൻ ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററി ആർ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ ബജറ്റ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി അറ്റൈൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബഡ്ജറ്റ് ഡിസൈൻ ചെയ്യുന്നത് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി, ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്ന ബഡ്ജറ്റ് അല്ലേ, ബഡ്ജറ്റുകൾ ആക്ച്വലി അറ്റൈൻഡ്, അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റാണോ, ഫ്ലെക്സിബിൾ ആണോ, ഫിക്സഡ് ആണോ, ക്യാഷ് ആണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നൊരു വാക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം അത് ഫ്ലെക്സിബിൾ ആണെന്ന്. ഓക്കെ, ഫ്ലെക്സിബിൾ ബജറ്റാണെന്ന് നമുക്കറിയാം.
ബിക്കോസ് ഈ വാക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. എന്നാലും നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം. ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. എന്താ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആൻഡ് ഓപ്പറേറ്റ് ദീസ് ബഡ്ജറ്റ്സ്, അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ സമ്മറിയാണ്. എല്ലാ ബഡ്ജറ്റുകളുടെയും ഓവറോൾ സമ്മറിയാണ് മാസ്റ്റർ ബഡ്ജറ്റ്. അതൊരു ക്യാപ്സ്യൂൾ ഫോമാണെന്ന് പറയാം എല്ലാറ്റിൻ്റെയും. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിമെയിൻ അൺചേഞ്ച് റിഗാർഡ്ലെസ്, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാത്തതാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാഷ് ബഡ്ജറ്റ് ഷോസ് എക്സ്പെക്റ്റഡ് ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മാത്രമാണ്. ക്യാഷിൻ്റെ വരവും ചിലവും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ബജറ്റുകളുണ്ട്. സെയിൽസ്, അതുപോലെ പ്രൊഡക്ഷൻ, ഓവർ ഹെഡ്, ഓരോന്നിനും ക്യാഷ്, പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതിനെയൊക്കെയാണ് ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയാം. ഓരോന്നിനും സെപ്പറേറ്റ്. അപ്പോൾ ഇതൊക്കെ ഫങ്ഷണൽ ബജറ്റാണ്. ഫങ്ഷണൽ ബജറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ഒരു സെയിൽസ് ബജറ്റും പ്രൊഡക്ഷനും ഓവർ ഹെഡും ക്യാഷും പ്രൊഡക്ഷൻ കോസ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാം ഫങ്ഷണൽ ബജറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതാണ് ഫങ്ഷണൽ ബജറ്റ്. ഫങ്ഷണൽ ബജറ്റ് എന്ന് പറഞ്ഞത് അവരുടെ കവറേജ് ഫങ്ഷൻസിനനുസരിച്ച് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ദ കപ്പാസിറ്റി ഓർ എഫിഷ്യൻസി ടു വിച്ച് ദേ ആർ റിലേറ്റഡ് ബേസ്ഡ് ഓൺ എ ബജറ്റ് മേ ബി ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്ന് പറയാം. എത്ര കപ്പാസിറ്റി, എത്ര എഫിഷ്യൻസി എന്ന് നോക്കിയിട്ടാണ് ഫിക്സഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ തരംതിരിക്കുന്നത്. അതുപോലെ ദ കണ്ടീഷൻസ് ഓൺ വിച്ച് ദേ ആർ ബേസ്ഡ്, അവരുടെ ഒരു ബേസിക് ആണോ കറണ്ട് ബജറ്റാണോ, എന്താണോ ബേസ് ചെയ്തിരിക്കുന്നത് അത് നോക്കിയിട്ടാണ് ബേസിക് ബജറ്റ് എന്നും കറണ്ട് ബജറ്റ് എന്നും പറയാം. ബേസ് ഇയർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസിക് ബജറ്റ് എന്ന് പറയും. കറണ്ട് ഇയർലി ആണെങ്കിൽ കറണ്ട് ബജറ്റ്. ദ പീരിയഡ്സ് വിച്ച് ദേ ഒക്കർ, എങ്ങനെയാണോ അത് കവർ ചെയ്യപ്പെടുന്നത്, ദ പീരിയഡ്സ് വിച്ച് ദേ കവർ, ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് ബജറ്റാണ് ലോങ് പീരീഡും ഷോർട്ട് പീരീഡും എന്നറിയപ്പെടുക. എത്ര നാൾക്കകം അത് കവർ ചെയ്യപ്പെടും, അപ്പോൾ അത് നോക്കിയിട്ടാണ് ലോങ്ങും ഷോർട്ടും തീരുമാനിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കൺസോളിഡേറ്റഡ് ബജറ്റാണ് മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്രൂവ്ഡ് ബജറ്റ് ഫോർ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിനെയാണ് ഫംഗ്ഷണൽ ബജറ്റ് എന്ന് പറയുക. ഫംഗ്ഷണൽ ബജറ്റ് നമ്മൾ പറഞ്ഞു, അപ്രൂവ്ഡ് ബജറ്റ് ഫോർ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസ്, സെയിൽസ് ഫംഗ്ഷന് മാത്രമുള്ള ബജറ്റ്, പ്രൊഡക്ഷന് മാത്രമുള്ളത്, ഓവർ ഹെഡിന് മാത്രമുള്ളത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മാത്രമുള്ളത്, അതാണ് ഫംഗ്ഷണൽ ബജറ്റ് എന്ന് പറഞ്ഞത്. സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിത്തൗട്ട് എനി റെഫറൻസ് ഇൻ എനി ബേസ്, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു റെഫറൻസ് ഒന്നുമില്ല. അതായത് ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റെഫറൻസോട് കൂടിയിട്ടാണ് എന്ത്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു സമയത്ത് എത്രയായിരിക്കും സെയിൽസിൻ്റെ വാല്യൂ, എത്ര ഇപ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നമുക്ക് ഗ്രോത്ത് ഉണ്ട്, എത്ര പെർസെൻറ്റേജാണ് നമ്മൾ ഗ്രോത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ നഷ്ടത്തിൽ പോകുന്നത്. അങ്ങനെ ബേസ് വെക്കാതെ ഒരു സീറോ ബേസ് ആയിട്ട്, അതാണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറയുക. ബജറ്റിംഗ് ഫ്രം ദ ബിഗിനിങ്, സ്റ്റാർട്ടിങ് തൊട്ട് വിത്തൗട്ട് എനി റെഫറൻസ് ടു എനി ബേസ്, ഒരു ബേസിൻ്റെ റെഫറൻസും ഇല്ലാതെ ചെയ്യുന്ന ബജറ്റിംഗ് ആണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോദിച്ചിട്ടില്ല, നമ്മൾ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സീറോ ബേസ് ബജറ്റിംഗ് ഇസ് ദ പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് ആയിട്ട് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ കമ്പനി ഈസ് ജഡ്ജഡ് വിത്തൗട്ട് എനി കൺസ്ട്രെയിൻസ് ഓഫ് ദ പാസ്റ്റ് ഡാറ്റ. പാസ്റ്റ് ഡാറ്റയുടെ ആ കമ്പനി ഇല്ലാതെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ബജറ്റിങ്ങിനാണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ബജറ്റിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. മാസ്റ്റർ ബജറ്റ് ഓവറോൾ സമ്മറി ഓഫ് ഓൾ ബജറ്റാണ്, ഒരു ക്യാപ്സ്യൂൾ ഫോമിലുള്ളതാണ്. ഫിക്സഡ് ബജറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാറില്ല. ക്യാഷ് ബജറ്റ് ആണെങ്കിൽ അത് ക്യാഷ് റിസീപ്റ്റ്സും പേയ്മെൻറ്റ്സും കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിക്സഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ. അത് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്താണ് ആക്ച്വലി അറ്റൈൻഡ് അനുസരിച്ച് മാറും. ഇനി നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ബജറ്റുകളാണ്. ഫങ്ഷണൽ ബജറ്റുകൾ ഓരോരോ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് അനുസരിച്ചിട്ടാണ് അത് എന്ത് ചെയ്യാം ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ ഓവർ ഹെഡ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെ അതിനെയാണ് ഫങ്ഷണൽ ബജറ്റുകൾ എന്ന് പറയുക. ഫിക്സഡും ഫ്ലെക്സിബിളും എന്ന് വെച്ചാൽ അവരുടെ എഫിഷ്യൻസി ഓർ കപ്പാസിറ്റി, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫിക്സഡും ഫ്ലെക്സിബിളും തമ്മിലുള്ളത്. അതുപോലെ ബേസിക്കും കറണ്ടും നമ്മൾ കണ്ടു. പിന്നെ ഷോർട്ടും ലോങ്ങും ജസ്റ്റ് നോക്കാം. പിന്നുള്ളത് സീറോ ബേസ് ആണ്, അതിനെന്തില്ല, എനി റെഫറൻസ് ഒന്നുമില്ല, വിത്തൗട്ട് എനി കൺസ്ട്രെയിൻസ് ഓഫ് ദ പാസ്റ്റ് ഡാറ്റ. അങ്ങനെയുള്ളൊരു ബജറ്റിങ്ങിനാണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാരിയൻസ് ആണ്. വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ഡാഷ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാരിയൻസ് എന്താണ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസും യഥാർത്ഥ പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ട്രാൻസ്ഫർ ഓഫ് എ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്.
The transfer of a portion of net profit to dash account is for strengthening the financial position. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൺ ചെയ്യാനായിരിക്കണം. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൺ ചെയ്യാൻ മാറ്റിവെക്കാം. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് നെറ്റ് പ്രോഫിറ്റ് ഏത് അക്കൗണ്ടിലേക്കാണെന്ന്, അതായത് ക്യാപിറ്റൽ റിസർവിലേക്കാണോ, സ്പെഷ്യൽ റിസർവ് ആണോ, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ആണോ, ജനറൽ റിസർവ് ആണോ. അപ്പോൾ എന്തിനാണ് ഓരോ റിസർവുകളും എന്നൊന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ എഴുതാൻ പറ്റുക അല്ലേ. ജനറൽ റിസർവ് എന്തിനാണ്? ജനറൽ റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. ഒന്നുമില്ല ജനറൽ റിസർവിന്, അത് ഇന്ന ആവശ്യത്തിനല്ല. ഓക്കെ, അപ്പം അത് ഈസ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ടു സ്ട്രെങ്തൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവാണ് എന്ത്? ഫിനാൻഷ്യൽ പൊസിഷനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്, ക്രിയേറ്റഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. മുൻപേ തീരുമാനിച്ച ഒരു പർപ്പസും ഇല്ലാതെയാണ് ഇത് മാറ്റി വയ്ക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ സ്ട്രെങ്തൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ജനറൽ റിസർവ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള റിസർവുകളോട് നോക്കി പോകാം. അപ്പോൾ ജനറൽ റിസർവ് എന്താണ്? ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് ഓർ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? സ്ട്രെങ്തൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഇനി ക്യാപിറ്റൽ റിസർവ് എടുക്കുകയാണെങ്കിൽ ഇത് ടൈപ്പിക്കലി ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ്. ഓക്കെ, ദിസ് ഇസ് ടൈപ്പിക്കലി ക്രിയേറ്റഡ് ഫ്രം എ ക്യാപിറ്റൽ പ്രോഫിറ്റ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ പ്രീമിയം ഓൺ ഷെയർസ്. അതിൽ നിന്നൊക്കെയാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. റാദർ ദാൻ ദ നോർമൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓപ്പറേഷൻസിൽ നിന്നും കിട്ടുന്നതൊന്നല്ല. ദിസ് ഇസ് ടൈപ്പിക്കലി ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ പ്രീമിയം ഓൺ ഷെയർസ് ആണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്പെഷ്യൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക് റിസർവ് ആണ്. ദിസ് ഇസ് ക്രിയേറ്റഡ് ഫോർ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ് ആണ്, ഡിഫൈൻഡ് പർപ്പസസിനാണ്. ഇപ്പോൾ ഒരു അസറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ലയബിലിറ്റി നമുക്ക് ഇത്ര വർഷത്തിനകം, ഇപ്പോൾ ഒരു 5 വർഷത്തിനകം നമുക്കൊരു 10 ലക്ഷം രൂപ പേ ചെയ്യണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ലയബിലിറ്റി തീർക്കണം എന്നാണെങ്കിൽ ആ 10 ലക്ഷം രൂപ ആവുന്നവരെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ എടുത്തു വയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് സ്പെഷ്യൽ റിസർവ് അല്ലെങ്കിൽ സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ഓക്കെ, അതുപോലെ അസറ്റ് റീപ്ലേസ് ചെയ്യണം. 10 വർഷം കഴിഞ്ഞാൽ അസറ്റ് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അസറ്റ് റീപ്ലേസ് ചെയ്യണം. പെട്ടെന്ന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അസറ്റ് സമയമാകുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ ആ സമയമാകുമ്പോൾ സ്പെസിഫിക് ലയബിലിറ്റി കൊടുത്തു തീർക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ റിസർവ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ അത് ടൈപ്പ് ഓഫ് റിസർവ് ഇൻറ്റൻഡഡ് സോൺലി ടു മെയിൻറ്റെയിൻ സ്റ്റഡി ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി. റേറ്റ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദ ഇയേഴ്സ് വെൻ പ്രോഫിറ്റ്സ് ആർ ലോ. അതായത് ചിലപ്പോൾ പ്രോഫിറ്റ്സ് കുറവായ കാരണം ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് കമ്പനിയുടെ ഗുഡ് വില്ലിനെ എന്തായാലും ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടി സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിസർവ് ക്രിയേറ്റ് ചെയ്യും പ്രോഫിറ്റ് ഉള്ളപ്പോൾ. സോ ഓൺലി ടു മെയിൻറ്റെയിൻ ഒരു സ്റ്റഡി ഡിവിഡൻഡ് റേറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ച പർപ്പസ് എന്താണ്? സ്ട്രെങ്തനിങ് ഫിനാൻഷ്യൽ പൊസിഷനാണ്. അത് ജനറൽ റിസർവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് എന്താണെന്ന്. ഡാഷ് അക്കൗണ്ട് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ഒരു ലയബിലിറ്റിയാണ് അല്ലേ. ബിക്കോസ് ബിസിനസ്സും ഓണറും കൺസിഡർ ചെയ്യുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ്സും ഓണറും 2 വ്യക്തികളാണ്. സോ നെറ്റ് പ്രോഫിറ്റ് വരുമ്പം അതൊരു ലയബിലിറ്റി ആയിട്ടാണ്. ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഓണറിനെ സംബന്ധിച്ച് എന്താണ്? ഇറ്റ്സ് എ ലയബിലിറ്റി കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് 5 ലക്ഷം രൂപ കേട്ടോ. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട് 75,000. ഓപ്പണിംഗ് സ്റ്റോക്കാണ് 75,000 തന്നിട്ടുണ്ട്. പിന്നെ പർച്ചേസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ CGSൻ്റെ അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻസ് പൊതുവെ എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് എടുക്കാം. പർച്ചേസിൽ നിന്ന് അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പം നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും, ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ആ ഒരു രീതിക്ക് പർച്ചേസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ 5 ലക്ഷത്തും അതുപോലെ 75,000 പ്ലസ് 75,000 മൈനസ് 75,000 ആണ് വരിക. അപ്പോൾ 5 ലക്ഷം തന്നെയാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക കേട്ടോ. അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അത് 5 ലക്ഷമാണ്. നെക്സ്റ്റ് അത് 5 ലക്ഷമാണ് ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഒരു പ്രോബ്ലം ഉള്ള ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നിട്ടില്ല. 26,620 കിട്ടേണ്ടിയിരുന്നത്. 26,620 അല്ല, നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. അവർ 26,420 കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തില്ല, നമുക്ക് ഇതിൽ ഓപ്ഷൻസ് കറക്റ്റായിട്ട് തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അക്കൗണ്ടൻസി പാർട്ടും അല്ല അത് കേട്ടോ, മാത്സ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് രീതിക്കൊന്ന് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസി ബേസ്ഡ് ആണ്. നമുക്ക് നോക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് കേട്ടോ. 20 ലക്ഷമാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്. കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. 5 ലക്ഷമാണ് കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് മാത്രമേ തന്നിട്ടുള്ളൂ, കറണ്ട് അസെറ്റ് തന്നിട്ടില്ല. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുമുണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇക്വേഷൻ എന്താ വെച്ചാൽ റിസീവബിൾ പ്ലസ് ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി പ്ലസ് ഇൻവെൻറ്ററി പ്ലസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് അതർ കറണ്ട് അസെറ്റ്. ഇതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് റിസീവബിൾ പ്ലസ് ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് ഇൻവെൻറ്ററി പ്ലസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് അതർ കറണ്ട് അസെറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, കറണ്ട് അസെറ്റ് ഉണ്ടല്ലോ. അതാണ് ഈ പറഞ്ഞ 20 ലക്ഷം എന്ന് പറഞ്ഞാൽ. കറണ്ട് ലയബിലിറ്റി വേറെയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കറണ്ട് അസെറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, 20 ലക്ഷം തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി 5 ലക്ഷം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, കറണ്ട് അസെറ്റ് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, ഉത്തരം 25 ലക്ഷമാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 20 ലക്ഷം തന്നിട്ടുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഈ ഒരു ഇക്വേഷനിൽ ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അസെറ്റ് മാത്രമേ നമുക്ക് കണ്ടെത്തുള്ളൂ. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് ലയബിലിറ്റിയും തന്നത് കാരണം അത് 20 ലക്ഷം, മറ്റത് 5 ലക്ഷമാണ്. അപ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറച്ചാൽ 20 ലക്ഷം 5 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താ പറയുക, സമത്തിൻ്റെ അപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് ആണ് വരിക കേട്ടോ. മൈനസ് കറണ്ട് അസെറ്റിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റീസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ പ്ലസ് ആണ് വരിക. മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, പ്ലസ് കറണ്ട് ലയബിലിറ്റീസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് 25 വരുന്നത്. 20 ലക്ഷവും 5 ലക്ഷത്തോട് കൂട്ടിയിട്ട് 25 ലക്ഷമാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസെറ്റ് പിന്നെ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ശരിക്കും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിസീവബിൾ പ്ലസ് ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി, അതുപോലെ ഇൻവെൻറ്ററി, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതർ കറണ്ട് അസെറ്റ്, ഇതെല്ലാം കൂടി കൂടിയതാണ് എന്ത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് നോൺ ഫണ്ട് ഐറ്റമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോൺ ഫണ്ട് ഐറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ ഫണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഒരു എഫക്റ്റും ഉണ്ടാക്കില്ല. അതാണ് നോൺ ഫണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡസ് നോട്ട് ഇൻവോൾവ് ഇൻ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന് ഒരു മൂവ്മെൻറ്റും ഉണ്ടാക്കില്ല. അതാണ് പറയുന്നത് കേട്ടോ. നോൺ ഫണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഈ ഒരു നോൺ ഫണ്ട് ഐറ്റംസ് എന്ന് പറയുക. അപ്പോൾ നോൺ ഫണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ, അതുപോലെ അമോർട്ടൈസേഷൻ, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുക, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ചെയ്യുക, റൈറ്റിംഗ് ഓഫ് ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ്, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട മാതിരത്തെ എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യുക, ഡിപ്രീസിയേറ്റ് ചെയ്യുക, അമോർട്ടൈസേഷൻ ചെയ്യുക, റൈറ്റിംഗ് ഓഫ് ചെയ്യുക. അതൊക്കെ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും കറണ്ട് അസറ്റിലോ കറണ്ട് ലയബിലിറ്റീസിലോ ഒന്നും വരുത്തുന്നില്ല. അതാണ് പറയുന്നത്. പക്ഷേ ആ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് താനും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അതുപോലെ ബാഡ് അറ്റ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസസ്, അതൊക്കെ നെറ്റ് പ്രോഫിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയാണ് ഈ നോൺ ഫണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്, അതായത് ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു റിട്ടേൺ ഓഫ് പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നുണ്ട് താനും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, വിച്ച് വൺ ഈസ് നോൺ ഫണ്ട് ഐറ്റംസ് എമോങ് ദ ഫോളോയിങ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഉണ്ട്, പർച്ചേസ് ഓഫ് മെഷീനറി ഉണ്ട്, പർച്ചേസ് ഓഫ് മോട്ടോർ വാൻ ഉണ്ട്, ലോസ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെഷീനറി ഉണ്ട്. അപ്പോൾ ഇവിടെ നോൺ ഫണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ച്വൽ മൂവ്മെൻ്റ് ഒന്നും കാണാത്തത് ലോസ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെഷീനറി ആണ് കേട്ടോ.
സോ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ലോസ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെഷീനറിയാണ് നോൺ ഫണ്ട് ഐറ്റംസ് എമംഗ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പി വി റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പി വി റേഷ്യോ തന്നിട്ടുണ്ട് കേട്ടോ. പി വി റേഷ്യോ തന്നിട്ടുണ്ട്. പ്രോഫിറ്റാണ്, എമൗണ്ട് ഓഫ് പ്രോഫിറ്റാണ് കാണേണ്ടത് കേട്ടോ. പി വി റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്? 40% തന്നിട്ടുണ്ട്. സെയിൽസും തന്നിട്ടുണ്ട്, 30 ലക്ഷം സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ടോട്ടൽ സെയിൽസും പി വി റേഷ്യോയും തന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 12 ലക്ഷം കിട്ടും കേട്ടോ. പിന്നെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഫിറ്റ് ഉൾപ്പെടുന്ന ഒരു എന്തുണ്ട്, ഒരു ഇക്വേഷൻ എടുക്കണം. അപ്പോഴല്ലേ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കോൺട്രിബ്യൂഷന് 3-4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. വേറൊരു ഇക്വേഷനാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളത് കേട്ടോ. വേറൊരു ഇക്വേഷനാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാത്രമായി കിട്ടും അല്ലേ. പ്രോഫിറ്റ് ഈക്വൽസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആവും. അങ്ങനെ നമുക്ക് 7 ലക്ഷം കിട്ടും കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ്. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. രണ്ടും പഠിക്കുക. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണെന്ന് പഠിക്കുക. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് പഠിക്കുക. ഏത് രീതിയിൽ വന്നാലും നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഈക്വൽസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആവാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 12 ലക്ഷം കിട്ടി. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ 5 ലക്ഷം നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക 7 ലക്ഷമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ്. കോർഡിനേഷൻ ഒബ്ജക്റ്റീവാണ്, കൺട്രോളും പ്ലാനിങ്ങും ഒക്കെ ഒബ്ജക്റ്റീവാണ്. ഫിക്സേഷൻ ഓഫ് വേജസ് ഈ ബഡ്ജറ്ററി കൺട്രോൾ വരണമല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഉത്തരമായിട്ട് വരിക. ഫിക്സേഷൻ ഓഫ് വേജസ് ആണ് അല്ലാത്തത് കേട്ടോ. വിച്ച് എലമെൻറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രോഡ് ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യാൻ ഈ എലമെൻറ്റ് സ്യൂട്ടബിൾ അല്ലാത്ത എലമെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വിച്ച് എലമെൻറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രോഡ് ട്രയാങ്കിളിൽ ഉള്ളത് ഏതാണെന്ന് നോക്കണം. പ്രഷറുണ്ട്, ഓപ്പർച്യൂണിറ്റി, ഹോണസ്റ്റി, റേഷണലൈസേഷൻ. അപ്പോൾ ഇതൊന്ന് ഫ്രോഡെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെന്തായാലും ഹോണസ്റ്റി ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഹോണസ്റ്റി വേണമെങ്കിൽ അടയാളപ്പെടുത്താവുന്നതാണ്. ഹോണസ്റ്റിയാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അത് കൂടാതെ നമുക്ക് ഫ്രോഡ് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനോളജിസ്റ്റായ റൊണാൾഡ് ക്രെസ്സിയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചുള്ള 3 കണ്ടീഷൻസാണ് ഈ വർക്ക് പ്ലേസിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് ടൈപ്പിക്കലി ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസിനെ ലീഡ് ചെയ്യുന്ന കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രോഡ് ട്രയാങ്കിൾ ഉണ്ടാവാൻ 3 കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം അല്ലേ. ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണല്ലോ ഓരോരുത്തർ ഫ്രോഡ് ചെയ്യുക. അവസരങ്ങളാണ് മനുഷ്യനെ നാശാക്കുക എന്ന് പറയുന്നത്. നമ്മൾ അവസരം ഇല്ലെങ്കിൽ അവൻ നാശാവില്ലായിരുന്നു, ശരിയാണ്. അതുപോലെ പ്രഷർ ഉണ്ടായിരിക്കും, ഒരു ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും അത് ചെയ്യാനുള്ള പ്രഷർ. ആ പ്രഷർ എന്ന് വെച്ചാൽ ഒന്നുകിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡായിരിക്കാം, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. പിന്നെ റാഷണലൈസേഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്കൊരു ആറ്റിറ്റ്യൂഡും ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടായിരിക്കും അല്ലേ. അതാണ് റാഷണലൈസേഷൻ. സംടൈംസ് കോൾഡ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ഞാനത് ചെയ്യാൻ എനിക്ക് അങ്ങനെ കാരണം ഉണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടാതിരിക്കാൻ കാരണമുണ്ടോ നമ്മൾ റാഷണലൈസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ അതുമായിരിക്കാം. അങ്ങനെയാണ് ഫ്രോഡൊക്കെ അറിയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 വ്യക്തമായ 3 റീസണുകളുണ്ട്. ഒന്ന് ഓപ്പർച്യൂണിറ്റിയാണ്, ഒന്ന് പ്രഷറാണ്, പിന്നെ ഒന്ന് റാഷണലൈസേഷനാണ്. ഓക്കെ, ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ഈ ഫ്രോഡ് ഒക്യൂർ ചെയ്യുന്നത്. വർക്ക് പ്ലേസ് ഫ്രോഡാണ് പറയുന്നത് കേട്ടോ. വർക്ക് പ്ലേസിലുള്ള ഫ്രോഡുകളാണ് പറയുന്നത്. ഓൾ 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, മേ ബി പ്രസൻ്റ് ആയിരിക്കും, അപ്പോഴാണ് ഈ ഫ്രോഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 3 എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് ട്രയാങ്കിൾ ആർ ഓപ്പർച്യൂണിറ്റി, ഒന്ന് പ്രഷറുണ്ട്, റാഷണലൈസേഷൻ, ഓപ്പർച്യൂണിറ്റി, പ്രഷർ, റാഷണലൈസേഷൻ. അപ്പോൾ അതാണ് 3 പറയുന്നത്. ഈ 3 ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് ഫ്രോഡ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രോഡ് അതുപോലെ ഒരു കൺസെപ്റ്റാണ് ഫ്രോഡ് ഡയമണ്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫ്രോഡ് ഡയമണ്ട് ഒരു ന്യൂയർ തിയറിയാണ്. ഇതേപോലെ തന്നെ അത് വോൾഫിൻ്റെയും അതുപോലെ ഡാനെ ആർ ഹമേഴ്സൺ ആയിരുന്നു. അതും ഇതേപോലെ ഈ ഫ്രോഡ് ഡയമണ്ടും ഈ ഫ്രോഡ് എന്താ പറയുക ട്രയാങ്കിൾ പോലെയുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. അതേപോലെയുള്ള ഒരു കൺസെപ്റ്റാണ് 180 10-80-10 എന്ന് പറഞ്ഞ റൂൾ കേട്ടോ. 10-80-10 ഇതേപോലെ ജനറൽ അസംഷനാണ്. അതായത് ഈ ഫ്രോഡ് ഒക്കെ പറയുമ്പോൾ 10% ഓഫ് ദ പോപ്പുലേഷൻ ഒരിക്കലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യില്ല. എന്ത് റീസൺ വന്നാലും അവർ പിടിച്ചേക്കും.
ഓക്കെ, ഇനിയിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടായി, റാഷണലൈസേഷൻ നമ്മുടെ മനസ്സിലുണ്ട്, എന്നിരുന്നാലും അവർ ചെയ്യില്ല. 10% ആൾക്കാർ ജെനുവിൻ ആയിരിക്കും, അവർ കമ്മിറ്റ് ചെയ്യില്ല ഒരിക്കലും. 10% ഓഫ് ദ പോപ്പുലേഷൻ. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ ദാറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് ദെയർ വേസ് ടു റിട്ടേൺ ഐറ്റംസ് ടു കറക്റ്റ് പാർട്ടി. ഇനി 80% ഓഫ് ദ പീപ്പിളാണ് ചിലപ്പോൾ മൈറ്റ് കമ്മിറ്റ് ഫ്രോഡ് ഗിവൺ റൈറ്റ് കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്തേക്കാം. അതാണ് 10% ഓഫ് പോപ്പുലേഷൻ ആക്റ്റീവ് ലുക്കിംഗ് അറ്റ് സിസ്റ്റംസ് ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് വേ ടു കമ്മിറ്റ് ഫ്രോഡ്. അവർ പറയുന്ന 10% ആൾക്കാർ അവർ മറ്റത് പിന്നെ സാഹചര്യം വല്ലാണ്ട് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ വേണ്ടി വരുന്നത്. 80% ആൾക്കാർ, 10% ആൾക്കാർ ഇത് തിരഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരിക്കും. ലാസ്റ്റ് 10% ഓഫ് പീപ്പിൾ ആർ ആക്റ്റീവ്ലി ലുക്കിംഗ് അറ്റ് സിസ്റ്റംസ്. എങ്ങനെ ഫ്രോഡ് ചെയ്യാം, കമ്മിറ്റ് ഫ്രോഡ്, ഹൗ ടു ഫൈൻഡ് വേസ്, അതിന് എന്തൊക്കെ വേസ് കണ്ടുപിടിക്കാം, അങ്ങനെ തിരഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും 10. അതാണ് 10, 90, 10 എന്ന് പറഞ്ഞ റൂള്. ജസ്റ്റ് ഇതുമായി ഈ ഫ്രോഡ് ട്രയാങ്കിൾ പോലെ ഇനിയുള്ളതാണ് ഇതും കേട്ടോ. അപ്പോൾ ഫ്രോഡ് ട്രയാങ്കിൾ കൺസെപ്റ്റിലുള്ളത് തന്നെയാണ് ഈ ഒരു ഫ്രോഡ് ട്രയാങ്കിൾ. അതുപോലെ ഫ്രോഡ് ഡയമണ്ട്, പിന്നെ 10, 80, 10 എന്നുള്ള ഒരു റൂള്. ഇതൊക്കെ ഒരു കമ്മിറ്റ്, അതായത് വർക്ക് പ്ലേസ് ഫ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹോണസ്റ്റിയാണ്. ഹോണസ്റ്റി അവിടെ ഇല്ല. ഹോണസ്റ്റി എന്ന പദം അവിടെ ഉദിക്കുന്നില്ലല്ലോ. അതില്ലാത്തതുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് പൊസിഷനിൽ എന്തുണ്ടാകുമ്പോഴാണ്, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കൺസേൺ, എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയുന്നതാണ്. ചേഞ്ച് ആണോ, ഡിക്രീസ് ആണോ, ഇൻക്രീസ് ആണോ, ഡിമാൻഡ് ആണോ, എന്ത് സംഭവിക്കുമ്പോഴാണ്, ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് അല്ലേ. ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ചാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചേഞ്ചാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എനി ഫിസിക്കൽ ഐറ്റം വിത്ത് മണി വാല്യൂ. ഫിസിക്കൽ ഐറ്റമാണ്, മണി വാല്യൂ ഉണ്ട്. അതെന്താണ്? ഇൻടാഞ്ചിബിളിന് പിന്നെ ഫിസിക്കൽ അല്ലല്ലോ, ഫിക്റ്റീഷ്യസും ഫിസിക്കൽ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുഡ് വില്ലും അല്ല, അപ്പോൾ ഇവിടെ അസറ്റാണ്. അസറ്റല്ലേ ഫിസിക്കൽ ഐറ്റം ഉള്ളത്. മണി വാല്യൂ ഉണ്ടല്ലോ, റീസെയിൽ വാല്യൂ ഇല്ലേ അസറ്റിനുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രൊപ്പറൈറ്റർ ക്യാഷ് എടുക്കുന്നു, ടേക്സ് ക്യാഷ് 10,000. അതുപോലെ ഗുഡ്സും എടുക്കുന്നു ഫ്രം ഹിസ് ബിസിനസ്, ഫാമിലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജേർണൽ എൻട്രി എന്താ, രണ്ടും എടുക്കുന്നുണ്ട് പ്രൊപ്പറൈറ്റർ കേട്ടോ. ക്യാഷും എടുക്കുന്നുണ്ട്. പ്രൊപ്പറൈറ്റർ ടേക്സ് ക്യാഷ് ആൻഡ് ഗുഡ്സ് ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് ഫാമിലി കേട്ടോ. അപ്പോൾ പർച്ചേസിൽ അത് മാറ്റം ഉണ്ടാക്കും, കാരണം ഗുഡ്സ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പർച്ചേസിൽ മാറ്റം ഉണ്ടാക്കും. ക്യാഷും എടുത്തിട്ടുണ്ട്, അപ്പോൾ ക്യാഷിലും മാറ്റം ഉണ്ടാക്കും. ഡ്രോയിങ്സ് നമ്മൾ നോർമലി ഡ്രോയിങ്സ് വന്നാൽ ഇത് എന്തായാലും ക്യാഷ് ആയാലും ഗുഡ്സ് ആയാലും നമ്മൾ ഡ്രോയിങ്സിന് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ വരും. പിന്നെ ക്യാഷ് എടുത്ത കാരണം ടു ക്യാഷും വരും. പിന്നെ അതുപോലെ അടുത്ത ഗുഡ്സ് എടുത്ത കാരണം അവിടെ ടു പർച്ചേസസും വരും. അപ്പോൾ അതാണ് വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് ബീയിങ് ക്യാഷ് ആൻഡ് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് നമ്മൾ നരേഷൻ എഴുതും. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് ബീയിങ് ക്യാഷ് ആൻഡ് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഏതാ ഉത്തരമായിട്ട് വരിക? ഡെബിറ്റ് ഡ്രോയിങ്സ്, ക്രെഡിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളതാണ് നമുക്ക് ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻ ആയിട്ടോ നമ്മുടെ അക്കൗണ്ടൻസിയിൽ 20 ക്വസ്റ്റ്യനാണ് നമ്മുടെ അക്കൗണ്ടൻസി ചോദിച്ചിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 79 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടോ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, അതിൻ്റെ PDF നമ്മൾ കൊടുക്കാം. നന്നായിട്ട് റീഡ് ചെയ്യാം, അറിയാത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. താങ്ക് യു.